ഹലോ! നല്ലൊരു അടിപൊളി സ്ട്രോബെറി മിൽക്ക് പുഡിങ്ങാണേ. ഞാൻ ഇതൊരു ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ടേ. അതിൻ്റെ ഹാഫ് ഒന്ന് നല്ല ജ്യൂസാക്കി എടുക്കാം. 2 കപ്പ് പാലെടുത്തിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ച സ്ട്രോബെറി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതാ പാലിൻ്റെ സ്ട്രോബെറിൻ്റെ മിക്സ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ തിളപ്പിക്കാൻ പറ്റൂല, സ്ട്രോബെറിയും പാലും ആയതുകൊണ്ട് പിരിഞ്ഞു പോവും. അപ്പം ഒന്ന് ചൂടായി വരുമ്പം തന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം കൈവിടാണ്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് മിക്സ് നല്ല തിക്കായിട്ട് വരുമ്പം ഒരു 1/4 ടീസ്പൂണ് സ്ട്രോബെറിൻ്റെ എസൻസും കൂടി ചേർത്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിൽ ബേസായിട്ട് ഈ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ സൈഡ് കളഞ്ഞ മിൽക്ക് ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഈ മിക്സിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്ത സ്ട്രോബെറി അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ബ്രെഡ് വെച്ചിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈം വരെ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും സ്ട്രോബെറിൻ്റെ എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ക്രീം മൊത്തത്തിൽ പുഡിങ്ങിൻ്റെ മേലിലേക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഫൈനലി കട്ട് ചെയ്ത സ്ട്രോബെറി ടോപ്പിലൊന്ന് ഇട്ടെടുത്തിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതാ നല്ല അടിപൊളി പുഡിങ്ങാണ്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ടേസ്റ്റാണ്. ഇത് നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഏത് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.